ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ 1873 ജനുവരി 2-ാം തീയതി അലൻസോണിൽ ജനിച്ചു. പിതാവ് ലൂയി മാർട്ടിൻ. 5 പെൺകുട്ടികളിൽ ഇളയവളായിരുന്നു തെരേസ. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. താമസിയാതെ മാർട്ടിൻ ലിസ്യൂവിലേക്ക് മാറി താമസിച്ചു. 15-ാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേർന്ന് 1889 ജനുവരി 10-ാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ചു. 24 വർഷത്തേക്ക് മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിന്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് 1897 സെപ്റ്റംബർ 30-ാം തീയതി ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. 1925 മെയ് 17-ന് 11-ാം പിയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധയായി ഉയർത്തി. മിഷനറിയാകാൻ ആഗ്രഹിച്ച ത്രേസ്യയെ 1928 വേദപ്രചാര മധ്യസ്ഥയായി 11-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചത്രേസ്യ. ചെറുപുഷ്പത്തിന്റെ ധന്യമായ ജീവിത വഴികളിലേക്ക് ഒരു തീർത്ഥയാത്ര. സ്നേഹമരത്തണൽ. നിനക്ക് എന്താ ഒരു സ്പീഡ്? അയ്യോ, ഞാൻ മടുത്തു. റാണി, പ്ലീസ് കാണിക്കാമോ നിന്റെ ആ പാവയെ? ഇല്ല, ഞാൻ തരില്ല. ഇതെന്റെ പാവയാ. ഇതെനിക്ക് സമ്മാനം കിട്ടിയ പാവയാ. നിനക്കെന്നെ ഒന്ന് കാണിച്ചൂടെ? കാണിക്കാം, പക്ഷേ നിന്റെ കയ്യിൽ തരില്ല. നീ തൊട്ടുപോലും നോക്കരുത്. ഇതാ, നോക്കിക്കോ. നീ കണ്ടോ എന്റെ ഉണ്ണിയുടെ കണ്ണ്? ഇതേ എന്റെ ഉണ്ണീശോയാ. എന്തു ഭംഗിയാ നിന്റെ ഉണ്ണിയെ കാണാൻ. ആ കണ്ണ് കണ്ടോ? അതാണ് എന്റെ ഉണ്ണീശോ. ഞങ്ങൾ രണ്ടും ഒന്നിച്ചാ കിടക്കുന്നേ. ഞങ്ങൾ സംസാരിക്കും, പാട്ടുപാടി ഉണ്ണിയെ ഉറക്കും. തൽക്കാലം ഉണ്ണി ഈ മരച്ചുവട്ടിലിരിക്കെ ഞങ്ങൾ കളിക്കട്ടെ. നീ വാ, നമുക്ക് കളിക്കാം. എന്ത് കളിയാ കളിക്കുക? നമുക്ക് സാറ്റ് കളിച്ചാലോ? അത് നല്ല ഐഡിയയാ. എന്നാൽ ഞാൻ ആദ്യം ഒളിക്കാം. ആദ്യം ഞാൻ. എന്നാൽ ശരി, നീ ഒളിച്ചോ. 1, 2, 3, 4. നിക്ക്, ഞാനും എന്റെ ഉണ്ണീശോയും കൂടെ ഒളിച്ചിരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്തു രസമാ നമ്മുടെ ബാല്യം. എനിക്ക് കുഞ്ഞായിരിക്കുന്നതാ ഏറെ ഇഷ്ടം, എന്റെ ഉണ്ണീശോയെ പോലെ. നിനക്ക് പൂക്കൾ ഇഷ്ടമല്ലേ? നമുക്ക് പൂ പറിക്കാൻ പോയാലോ? റാണി, നിനക്ക് ലില്ലിപ്പൂ ഇഷ്ടമാണോ? വേണ്ട, ലില്ലിപ്പൂവിനേക്കാൾ നല്ലത് റോസാപ്പൂവല്ലേ. നീ ഇങ്ങ് വന്നേ, നമുക്ക് അമ്മയുടെ റോസാത്തോട്ടത്തിൽ പോയി പൂ പറിച്ചാലോ? റാണിക്ക് എപ്പോഴും റോസാപ്പൂക്കളോടാ ഏറെ ഇഷ്ടം അല്ലേ? അത് നിനക്ക് മനസ്സിലായല്ലേ? ഒരു രഹസ്യമുണ്ട്. അതെന്താ? അതെ, എന്റെ ഉണ്ണീശോയ്ക്ക് റോസാപ്പൂവാ ഏറെ ഇഷ്ടം. വാ, അമ്മ കാണണ്ട, നമുക്ക് പെട്ടെന്ന് പോകാം. അടുത്ത ആഴ്ച നേരത്തെ എത്തണേ. എനിക്ക് കാറ്റഗിസം ക്ലാസ്സിൽ പോകുന്നതേ കലിയാ. അതെന്താ? ആ തോമസാറിന്റെ ക്ലാസ് ആറു ബോറാ. ഓ, ആ സമയത്ത് ഗിറ്റാർ പഠിക്കാൻ പോയാ മതിയായിരുന്നു. വികാരിയച്ഛനെങ്ങാനും ഇതറിഞ്ഞാൽ നിന്റെ കഥ ഡിം. നമ്മളൊക്കെ വിശുദ്ധരാകണമെന്നാ കൊച്ചച്ഛൻ പറഞ്ഞേ. ഇന്ന് അച്ഛൻ പറഞ്ഞ കഥ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എന്ത് കഥ? അതെ, ഞാൻ കണ്ടു. പ്രസംഗത്തിന്റെ സമയത്ത് തൂണയിൽ ചാരി കുത്തിയിരുന്ന് ഉറങ്ങുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കഥയെ അച്ഛൻ പറഞ്ഞത്. റാണിക്ക് ഉണ്ണീശോയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഉണ്ണീശോയ്ക്ക് അവളെയും. ദേ, നീ ഇത് കണ്ടോ? വായിച്ചു നോക്കിക്കേ. നവമാലിക, ഇതെന്തോന്നാ?
അയ്യോ പാവം, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രമാ, ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ. നീ ഇത് കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി വായിച്ചോ. ഒരു വിശുദ്ധയെക്കുറിച്ചെങ്കിലും നീ പഠിക്ക്, അപ്പൊ കാറ്റഗിസം ക്ലാസ് നിനക്ക് ഇഷ്ടമായി തുടങ്ങും. വീട്ടിൽ പോകാം, അമ്മ നോക്കിയിരിക്കും. ആ പോകാം. നവമാലിക. ഇന്ന് ഇത് മുഴുവൻ വായിച്ചു തീർക്കണം. അവൾക്ക് മാത്രമല്ല, എനിക്കും വിശുദ്ധയാകണം. നവമാലിക, ഒരു കൊച്ചു വെള്ളപ്പൂവിന്റെ വസന്തകാല ചരിത്രം. വിശുദ്ധ കൊച്ചുത്രേസ്യയെ, ഞാൻ ഈ നവമാലിക വായിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കണമേ. മാതാവിന് ഇഷ്ടമില്ലാത്ത ഒരു വരി പോലും എഴുതാൻ ഇടയാകാത്ത വിധം എന്റെ കൈ നിയന്ത്രിച്ചു കൊള്ളണമേ. റോസ്, റോസ്, ആരോ എന്നെ വിളിച്ചല്ലോ. അവരങ്ങ് പോവുകയും ചെയ്തല്ലോ. പിന്നെ ആരാണാവോ എന്നെ വിളിച്ചത്? എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ ദൈവവിളിയുടെ സമസ്ത രഹസ്യവും ഇതിലുണ്ട്. ജീവിതം മുഴുവന്റെയും, വിശിഷ്യ എന്റെ ആത്മാവിൽ വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും രഹസ്യം. അർഹത ഉള്ളവരെയല്ല അവിടുന്ന് വിളിക്കുന്നത്, എനിക്കിഷ്ടമുള്ളവരെ അത്രേ. റോസ്, റോസ്, ആരോ എന്നെ വിളിച്ചല്ലോ. ആരാ? എന്നെ പറ്റിക്കുകയാണോ? റോസ്, ഇത് ഞാനാ, കുഞ്ഞു മാലാഹ. ഞാൻ വന്നോട്ടെ? അയ്യോ, മാലാഖയോ? എവിടെ? ഞാൻ ഇവിടെയുണ്ട്. റോസിന് വിശുദ്ധിയാകാനാ ഒത്തിരി ഇഷ്ടം, അല്ലേ? അതേ മാലാഖ. റോസിന് വിശുദ്ധ കൊച്ചുത്രേസ്യയെ അത്രയ്ക്കിഷ്ടപ്പെട്ടോ? എനിക്കും ഒരു വിശുദ്ധിയാകണം. മാലാഖെ, ഇത് കണ്ടോ? ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. പക്ഷേ മാലാഖെ എന്തിനാ ഇവിടെ? ഞാനിവിടെ എങ്ങനെ എത്തിയെന്നായിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യയ എന്നെ അയച്ചത്. അതെയോ? അതെ, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ നിന്റെ സ്നേഹവും ഈശോ സ്വപ്നം കാണുന്നു. കൊച്ചുത്രേസ്യയുടെ ബാല്യത്തെക്കുറിച്ച് റോസിനറിയണോ? തീർച്ചയായും. മാലാഖയ്ക്ക് ഒന്നെന്നെ സഹായിക്കാമോ? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കഥ എനിക്ക് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം. അലൻസോണിലെ വീട്ടിലായിരുന്നു കൊച്ചുത്രേസ്യയുടെ ബാല്യം. കൊച്ചുറാണിയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും 9ാമത്തെ മകളായിട്ടാണ് അവൾ ജനിച്ചത്. അച്ഛനോടായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടം. ഞാനിപ്പോൾ വായിച്ചതേയുള്ളൂ. മോളുടെ പേര് റോസ് അല്ലേ? റോസാപ്പൂക്കളായിരുന്നു കൊച്ചുറാണിക്ക് ഏറെ ഇഷ്ടം. എന്നോടൊപ്പം വരുന്നോ? കൊച്ചുറാണിയുടെ ബാല്യം ഞാൻ കാട്ടിത്തരാം. തീർച്ചയായും. പഞ്ചവർണ്ണക്കിളി കുഞ്ഞുങ്ങളെ, പാറിപ്പറക്കുന്ന പൈതങ്ങളെ, പഞ്ചവർണ്ണക്കിളി കുഞ്ഞുങ്ങളെ, പാറിപ്പറക്കുന്ന പൈതങ്ങളെ, വെള്ളരിപ്രാവിന്റെ കൂടെ നടക്കുമ്പോൾ ഇത്തിരി കൊയ്ത്തിനു പേരു തരൂ.
വന്നേ. ഇന്നലെ എന്തേ സ്കൂളിൽ വരാതിരുന്നേ? അടി കിട്ടാത്തത് കൊണ്ടാ? അതെ, എനിക്ക് പനിയായിരുന്നു റാണി. നിനക്കെപ്പോഴും പനിയാ. അത് കള്ളപ്പനിയാണെന്ന് എനിക്കറിയാം. നിനക്ക് പഠിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ? ഉണ്ണീഷോയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അല്ല റാണി, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാ. അത് പോട്ടെ, നിന്നിത് പള്ളിയിലും കണ്ടില്ലല്ലോ. അതെ അതെ, എന്റെ കാലിന് നല്ല വേദനയായിരുന്നു. നിനക്ക് ഉണ്ണീഷോയുടെ ഒരു സ്നേഹവുമില്ല. ഈശോയെ ഇഷ്ടമുള്ള കുട്ടികൾ എന്നും പള്ളിയിൽ വരും, മനസ്സിലായോ? എപ്പോഴും നീ ഉണ്ട്, നിന്റെ ഒരു ഉണ്ണീഷോയും ഉണ്ട്. നിനക്ക് നിന്റെ ഉണ്ണീഷോടല്ലേ സ്നേഹം, എന്നോടല്ലോ. സോറി, നീ എന്നോട് പിണങ്ങിയോ? പിണക്കം ഉണ്ണീഷോയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒന്നിങ്ങ് വന്നേ. ഇത്രയും വാശി കൊള്ളില്ല കേട്ടോ. വാശി ഉണ്ണീഷോയ്ക്ക്. ആ അത് പോട്ടെ, നീ വന്നേ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നീ ആ മരപ്പത്ത് കണ്ടോ? ഏറ്റു വന്നേ, ഒന്ന് നോക്കിക്കേ. ദേ ഇത് കണ്ടോ? നീ ഇത് കണ്ടോ? ഇതിനകത്താ എന്റെ സമ്പാദ്യം മുഴുവൻ. കൂട്ടുകൂടിയാൽ ഞാൻ കാണിച്ചു തരാം. കാണട്ടെ, എന്തൊക്കെയാ നിന്റെ സമ്പാദ്യങ്ങള്? നീ ഇത് കണ്ടോ? കാശുരൂപമാ. കഴിഞ്ഞ ക്രിസ്മസിന് വികാരത്തിൽ നിന്ന സമ്മാനമാ. ഹായ്, തിളങ്ങുന്ന കാശുരൂപം. മാതാവിന്റേതാണല്ലോ. എനിക്ക് തരുവോടി ഇത്? തരാം, ഒരു കണ്ടീഷൻ. എന്നും രാവിലെ പള്ളിയിൽ വരണം. വരാം. തീർച്ചയാണല്ലോ? എന്നെ പറ്റിക്കത്തില്ലല്ലോ? ഇല്ല. എന്ത് ഭംഗിയാ ഈ കൊന്ത കാണാൻ. ആരാ നിനക്കത് തന്നേ? ഇതേ എന്റെ പൗളിൻ ചേച്ചി തന്നതാ. കിട്ടിയേ. ഇത് ഞാൻ നിനക്ക് തരില്ല. അയ്യോ, എന്റെ കൊന്ത താ താ, എന്റെ കൊന്ത, എന്റെ കൊന്ത താ. സോറി, നീ കരയില്ലേ. ഇതാ നിന്റെ കൊന്ത, പിടിച്ചോ. അയ്യേ, നിന്നെ ഞാൻ പറ്റിച്ചതായിരുന്നു. നിനക്ക് കൊന്ത ഇഷ്ടമായോ? തിളങ്ങുന്ന ഈ ചുവപ്പ് കൊന്ത കാണാൻ എന്ത് ഭംഗിയാ. നീ എവിടെ ഇരുന്നേ? നിന്നെ ഒരു സുഹൃത ജപം പഠിപ്പിക്കാം. അത് പഠിച്ചാൽ കൊന്ത നിനക്ക്. ഈശോയെ, ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ സുഹൃത ജപം എല്ലാ ദിവസവും ചൊല്ലിക്കോണം. പള്ളിയിലും വന്നോണം. ഇല്ലെങ്കിൽ ഞാനിത് തിരികെ വാങ്ങും. സമ്മതിച്ചു. ഇനി നമുക്ക് കളിക്കാം. അക്കുത്തിക്ക് താനവരമ്പേ കയ്യെ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം താറാ മക്കടെ കയ്യേലൊരു ബാങ്ക്, ബാങ്ക് കുത്തി പച്ചവറാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്. സീതയടപ്പന്റെ പേരെന്ത്? മുരിങ്ങാക്കോൽ. മുരിക്കും ചോട്ടി കിടന്നവളെ, മുന്നാഴി എണ്ണ കുളിച്ചവളെ, താറുതറക്ക തട്ടുമരം കോമരം പൂവെന്നുള്ളി കൈമാലെത്തിക്കോ. അല്ല, ഇത് കള്ളക്കളി അല്ല, കള്ളക്കളി അല്ല, കള്ളക്കളി അല്ല. നീയാ കള്ളക്കളി കളിക്കുന്നത്. ഞാൻ കള്ളക്കളി കളിക്കുന്നില്ല, നീയാ കള്ളക്കളി കളിക്കുന്നേ. പറ്റത്തില്ല, നീയാ കള്ളക്കളി കളിക്കുന്നത്. ഞാൻ ശരിക്കാ കളിക്കുന്നത്, നീയാ കള്ളക്കളി കളിക്കുന്നേ. പറ്റത്തില്ല. അപ്പച്ച അവള് കള്ളക്കളിയാ കളിക്കുന്നേ. ആഹാ, അപ്പച്ചന്റെ കൊച്ചുറാണി ഇങ്ങ് ഓടി വന്നേ. അപ്പച്ചന്റെ കവിളിൽ ചക്രവുമാ വന്നേ. ആഹാ, അത് കൊള്ളാം. അപ്പത്തിന് ചക്രയമ്മ വേണമെങ്കിൽ കസാര നേറ്റ് എന്റെ അടുത്ത് വാ, എന്നാ ഞാൻ തരാം. അത് കൊള്ളാം. എന്നാലേ നിന്റെ ഉമ്മ എനിക്ക് വേണ്ട. അപ്പച്ച സോറി, എന്റെ അപ്പച്ചന് എന്റെ ചക്രയുമ്മ. റാണി, ഞാൻ പോവാണേ. അപ്പച്ചൻ തന്നെയാ ഇവളെ പുന്നാരിപ്പിച്ച് വഷളാക്കുന്നത്. ഈ അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പാ. എടി കുഞ്ഞല്ലേ നമ്മുടെ കൊച്ചുറാണി. പോട്ടെ, സാരമില്ല. നീ കണ്ടോ എന്ത് രോമനത്വമാ എന്റെ കുഞ്ഞിന്റെ മുഖത്ത്. ഇവളെ ഈ അപ്പച്ചന്റെ മാലാഖയാ. ഓ, ഒരു മാലാഖയെ അപ്പച്ചനും വന്നിരിക്കുന്നു. എന്റെ മാലാഖ പോയി കളിച്ചോ. അമ്മ, ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. മോളെ, അപ്പച്ചൻ പറഞ്ഞ പോലെ നീ ഞങ്ങളുടെ മാലാഖയാ. മോള് പോയി കളിച്ചു. അമ്മേ, കഥ പറഞ്ഞു തരാമോ അമ്മേ? എന്റെ പൊന്നു മോൾക്ക് എന്ത് കഥയാ കേൾക്കേണ്ടേ? അമ്മേ, ഞാൻ എങ്ങനെയാ അമ്മ ഉണ്ടായത്? അതോ, അമ്മ പറഞ്ഞു തരാലോ. അമ്മയുടെ ഈ റാണിക്കുട്ടൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുണ്ടല്ലോ, നിന്നെപ്പോലെ 8 മക്കളെ ദൈവം എനിക്ക് തന്നു. എന്റെ 9ാമത്തെ കുഞ്ഞാ നീ. എനിക്ക് ഈ കഥ കേൾക്കണ്ട. അമ്മയ്ക്ക് എല്ലാ ദിവസവും ഈ കഥയാ. അമ്മയുടെ റാണി പിണങ്ങല്ലേടാ. എന്നാ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പറ. മോള് അങ്ങ് ആകാശത്തിലേക്ക് നോക്കിക്കേ. മിന്നിത്തിളങ്ങുന്ന
എത്ര നക്ഷത്രങ്ങളാ! ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാ. അതിലൊരു കുഞ്ഞു നക്ഷത്രമായിരുന്നു നീ. ആ നക്ഷത്രത്തെ ദൈവം എനിക്ക് സമ്മാനമായി തന്നു. ആകാശനീലിമയിൽ അങ്ങകലെ ശോഭയേറും നക്ഷത്രമായിരുന്നു നീ. ആകാശനീലിമയിൽ അങ്ങകലെ ശോഭയേറും നക്ഷത്രമായിരുന്നു നീ. പ്രഭ ചൊരിഞ്ഞു മിന്നി നിൽക്കുമാ താരകത്തെ നാഥൻ എനിക്കേകി സമ്മാനമായി. പ്രഭ ചൊരിഞ്ഞു മിന്നി നിൽക്കുമാ താരകത്തെ നാഥൻ എനിക്കേകി സമ്മാനമായി. ഉറങ്ങിയല്ലേ? ദൈവമേ, എന്റെ ഈ കൊച്ചു നക്ഷത്രത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എനിക്ക് തന്ന എന്റെ ഈ റാണിയെ അങ്ങ് തന്നെ വഴി നടത്തേണമേ. ഇത് കണ്ടില്ലേ, ഇവളല്ലേലും എപ്പോഴും ഇങ്ങനെയാ. കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് എന്റെ പിന്നാലെ നടക്കും. കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവൾ ഉറങ്ങിപ്പോവും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കഥയിലെ നായിക കൊച്ചുറാണി. ഇത് അവളുടെ അമ്മ. ഇത് അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അവളുടെ അപ്പച്ചൻ. വിശുദ്ധിയും പ്രാർത്ഥനയും ദൈവസ്നേഹവും നിറഞ്ഞതായിരുന്നു റാണിയുടെ കുടുംബം. ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ഈ അപ്പനും അമ്മയും മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. കുടുംബം ഗാർഹിക സഭയാണ്. ദൈവമക്കളായ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കുടുംബം സ്വർഗമാകുന്നു. അലൻസോണയിൽ കൊച്ചു തെരേസയുടെ കുടുംബം പോലെ ദൈവഭയത്തിൽ കുടുംബനാഥനും ദൈവസ്നേഹത്തിൽ കുടുംബനാഥയും ഒത്തുചേരുമ്പോൾ കൊച്ചുറാണിയെപ്പോലെ വിശുദ്ധിയുടെ മക്കളെ ദൈവം സമ്മാനമായി കുടുംബത്തിന് നൽകും. നമ്മുടെ കഥയിലെ റാണി വളരാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ ഉണ്ണീശോയെ, എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങയോട് പറയാനുണ്ട്. ഇനി മുതൽ നീയാണ് എന്റെ കൂട്ടുകാരൻ. ഞാൻ നിന്നോട് പറയുന്നതെല്ലാം നിന്റെ അമ്മയോടും കൂടി നീ പറയണേ. ഉണ്ണിയേശുവേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിലിരുന്ന ഈശോ എന്നെ നോക്കി ചിരിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുവാ ഇങ്ങോട്ട് കയറി പോരാൻ. അപ്പോൾ ഞാനൊരു കുറുക്കുവഴി കണ്ടുപിടിച്ചു. ഞാനൊരു ഗോവണി എടുത്തു വെച്ച് കയറാൻ തുടങ്ങി. മോളെ കൊച്ചുറാണി. ഹായ് സെലിൻ ചേച്ചി. എന്റെ മോള് ഇവിടെ ഇരിക്കുവായിരുന്നോ? ചേച്ചിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ. ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് പോരുമ്പോ മരിയാണ്ടി പറയാ ഈ സെലിൻ ചേച്ചി ഒത്തിരി ഭാഗ്യപ്പെട്ടവളാണെന്ന്. അതെന്താ? അതെ, നല്ല ഒരു അനീത്തിക്കുട്ടിയെ സെലിൻ ചേച്ചിക്ക് കിട്ടിയെന്ന്. ഈ കൊച്ചുറാണിയെ. ആ, എന്റെ മോൾക്ക് ആരാകാൻ ഏറെ ഇഷ്ടം. സെലിൻ ചേച്ചി, ഈ പന്ത് കണ്ടോ? എനിക്ക് ആ ഉണ്ണീശയുടെ കയ്യിലെ കളിപ്പന്തായി മാറണം. സെലിൻ, അതെന്താ മോളെ അങ്ങനെ? ചേച്ചിക്കൊന്നും മനസ്സിലാകത്തില്ല. റാണി? അതെ, റാണി എപ്പോഴും ഉണ്ണീശയുടെ കയ്യിലെ കളിപ്പന്തായിരിക്കും. മോളെ റാണി, മോളി മരം നോക്കിക്കേ, എന്തു ഭംഗിയാ ഈ മരം കാണാൻ. പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ മരം കാണാൻ എന്തു രസമാ അല്ലേ? ഇന്നലെ ചേച്ചി പറഞ്ഞ കഥയിലെ ഏദൻ തോട്ടത്തിന്റെ നടുവിലുള്ള മരം പോലെ. ഈ പഴം നമുക്ക് തിന്നാമോ ചേച്ചി? ഏതേൻ തോട്ടത്തിലെ ആ മരച്ചുവട്ടിലാണ് ഹൗവ പരാജയപ്പെട്ടത്. എന്റെ മോള് പരാജയപ്പെടരുത്. ബലം ചൂടി നിൽക്കുന്ന അത്യുഷ്ണം പോലെ എന്റെ മോള് വളരണം. ഈശോയ്ക്ക് ഏറെ ഇഷ്ടം എന്തായിരിക്കും? അത് നിന്റെ ഈശോയോട് തന്നെ ചോദിക്ക്. ചേച്ചി, ഈ പൂക്കൾ കണ്ടോ? പൂക്കൾ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമാ. എനിക്കും. ഈ പൂ കണ്ടോ? ഇതിന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാ. ഇതെന്റെ കുറവുകളും. അപ്പോൾ ഈ റോസാപ്പൂവോ? ചേച്ചി, ഇത് ഞാൻ തന്നെയാ. എന്റെ ഈശോയ്ക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ പോവാ. അതായിരിക്കും എന്റെ ഈശോയ്ക്ക് ഏറെ ഇഷ്ടം. എന്റെ നല്ല ഈശോയെ, നിനക്കായി എന്റെ ഹൃദയം ദാഹിക്കുന്നു. കൊച്ചുമാലാഖയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പൂവിനെ നിനക്കിഷ്ടമല്ലേ? ഇതാ ഞാൻ അങ്ങയെ തേടി വരുന്നു.
അങ്ങനെ ഈ വീട്ടിൽ നിന്നാണ് കൊച്ചുറാണി 1888 ഏപ്രിൽ 9 അപ്പച്ചനോടും ചേച്ചി സെലിനോടുമൊപ്പം കോൺവെന്റിലേക്ക് യാത്രയായത്. കോൺവെന്റിൽ കൊച്ചുറാണി ഒത്തിരിയേറെ സന്തോഷവതിയായിരുന്നു കാണും, അല്ലേ? തീർച്ചയായും. കർമ്മലമഠം അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. സന്യാസത്തിന്റെ ബാലപാഠങ്ങൾ അവൾ അവിടെ പഠിച്ചു. സന്യാസ ജീവിതം ത്യാഗത്തിന്റെ ജീവിതമാണെന്ന് അവൾ അറിഞ്ഞു. ഒരു കുഞ്ഞാടിനെ പോലെ അവൾ ശാന്തത പാലിച്ചു. ഈ കർമ്മലമല കയറ്റത്തിൽ വൈദികർക്ക് വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഈശോയെ സ്നേഹിക്കുക മാത്രമായിരുന്നു അവളുടെ ജോലി. അങ്ങനെ കുരിശിലെ ഈശോയുടെ മുന്നിൽ അവളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. കുരിശിലെ ക്രിസ്തുവേ, അങ്ങയോടല്ലാതെ ആരോടാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പങ്കുവെക്കുക? ഈശോയെ, നീ മാത്രമാണ് ഉപേക്ഷിക്കാത്തവൻ. ബാക്കിയൊന്നും നിലനിൽക്കുന്ന സ്നേഹമല്ല. എൻ്റെ അപ്പച്ചനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്കാകെ സങ്കടം. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഈ പൂക്കളിലുണ്ട്. അങ്ങയുടെ കുരിശിൻ്റെ താഴെ ഞാനിത് സമർപ്പിച്ചോട്ടെ. കുരിശ് സ്നേഹമരമാണെന്ന് ഞാൻ അറിയുന്നു. ഈ സ്നേഹമരത്തിന്റെ മറുവശത്ത് ഞാനുണ്ട്, നിന്നോടൊപ്പം. കണ്ടില്ലേ, ഇതായിരുന്നു കൊച്ചു ത്രേസ്യയുടെ ജീവിതവും. ഈശോയെ സ്നേഹിക്കാൻ അവൾ കണ്ടെത്തിയ കുറുക്കുവഴികളും. മാലാഖേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് സ്വർഗം തുറക്കപ്പെട്ടതുപോലെ. അവിടെ ഞാൻ കണ്ടു എൻ്റെ കൊച്ചു ത്രേസ്യായെ. ഉണ്ണീശോയും കൊച്ചു ത്രേസ്യായും ചേർന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കും അങ്ങോട്ടുള്ള ഗോവണി പണിയണം. അപ്പോൾ ഈ പൂക്കളോ? എൻ്റെ കുറവുകളല്ലേ, ഞാൻ എൻ്റെ ഉണ്ണീശോയ്ക്ക് കൊടുക്കും. ഞാനും ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താകും. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ റോസാ പുഷ്പങ്ങൾ തൂവുന്ന കൊച്ചു ത്രേസ്യയുടെ പുണ്യജീവിതം നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ, പ്രാർത്ഥനകൾ, പരസ്നേഹ പ്രവൃത്തികൾ എല്ലാം നമ്മെ വലിയ മിഷണറിമാരാക്കും. അർപ്പണബോധമുള്ള ഏവർക്കും മാതൃകയാകുന്ന ജീവിതം നമുക്ക് നയിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്ന സ്നേഹമരത്തണലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.